പ്രഖ്യാപിത ആശയങ്ങളുള്ള RSS നിയന്ത്രിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുള്ള BJPയുടെ നേതൃത്വമുള്ള NDA മുന്നണിയുടെ ഭാഗമായി സാബുജക് നയിക്കുന്ന 2020 മാറിയതോടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് മങ്ങലേൽക്കുമെന്നത് വ്യക്തമാണ്. വ്യവസായ സൗഹൃദമായ ഒരു സർക്കാർ എന്ന അദ്ദേഹത്തിന്റെ ആശയം മാത്രമാണ് NDAയുടെ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. അഴിമതിരഹിതം വികസനമൊക്കെ എല്ലാ പാർട്ടികളുടെയും വാഗ്ദാനമാണ്. അതിൽ വലിയ കാര്യമൊന്നും കാണാനില്ല. പൂഞ്ഞാറിലെ നേതാവിന് സംഭവിച്ചത് തന്നെ 2020 ഇനി സംഭവിക്കുമെന്നതിൽ സംശയമില്ല. 2020 നിലവിലുള്ള പിന്തുണ നഷ്ടപ്പെടും. NDAയുടെ ഭാഗമായി 2020 നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നേടാനാകും, പക്ഷേ വിജയിക്കാനാകില്ല. കിഴക്കമ്പലം ഒഴികെ ബാക്കിയുള്ള പഞ്ചായത്തുകൾ എല്ലാം നഷ്ടമായേക്കും. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. NDAയിൽ 2020യുടെ ലയനം ആർക്കാണ് നേട്ടമാവുക? 2020 നിലവിൽ വോട്ട് ബേസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു പങ്ക് വോട്ടുകൾ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് പ്രതിനിധികളെ ഉണ്ടാക്കുവാൻ കഴിയുകയുമില്ല. പഞ്ചായത്തുകളിലുള്ള സ്വീകാര്യത കുറയുകയും ചെയ്യും. എന്നാൽ 2020യുടെ ആഗമനം BJPക്ക് ഗുണം ചെയ്യും. എറണാകുളത്തിന് പുറത്ത് പല ഇടുക്കി, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 2020 വ്യക്തമായ സാന്നിധ്യം ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേടിയിട്ടുണ്ട്. ഇവിടെ NDA സ്ഥാനാർത്ഥികൾക്ക് ഈ 2020യുടെ വോട്ടുകളുടെ ഒരു പങ്ക് കൂടി നേടാനാകും. അപ്പോൾ തന്നെ ഈ ലയനം കൊണ്ട് 2020ക്ക് നഷ്ടവും BJPക്ക് നേട്ടവുമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ പാർട്ടിക്ക് അപ്പുറം അതിന്റെ സ്ഥാപകന് കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യവസായങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും NDA മുന്നണിയിലുള്ള പാർട്ടികളുടെയും സഹായവും പിന്തുണയും ഉറപ്പിക്കുവാൻ ഇതുവഴി കഴിയും. അഴിമതിരഹിത വികസന പാർട്ടി എന്ന ആശയം ഉള്ള 2020 പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇവിടെ വരെ എത്തി. എന്നാൽ NDA മുന്നണിയിൽ ഈ പാർട്ടി ചേരുമ്പോൾ വലിയൊരു പങ്ക് ജനത്തിനും ഈ 2020 പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2020 പാർട്ടിയുടെ വളർച്ച ആഗ്രഹിച്ചവർ ഇതേ പോരാട്ടം തുടർന്ന് ഭരണം പിടിച്ച് കേരളത്തെ നന്നാക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ NDA മുന്നണിയുടെ ഭാഗമാകുമ്പോൾ അവരുടെ ആശയങ്ങൾ ഡൈല്യൂട്ട് ആവുകയാണ്. 2020 പാർട്ടി അശക്തമാവുകയാണ്. ഈ മുന്നണിയിൽ ചേർന്ന് പോകണമെങ്കിൽ NDAയെ നയിക്കുന്ന BJPയെ അനുസരിക്കേണ്ടതുണ്ട്. ഇതുവരെ പ്രകടിപ്പിച്ച പ്രകടനം വരുന്ന ഇലക്ഷനിൽ കാഴ്ചവെക്കുവാൻ 2020ക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുന്നണിയിലുള്ള പ്രസക്തിയും പാർട്ടിക്ക് നഷ്ടമാകും. BJPയോട് ആശയപരമായി വിയോജിപ്പുള്ള വലിയൊരു പങ്ക് ജനങ്ങളുടെ പിന്തുണയും ഇതോടെ 2020 പാർട്ടിക്ക് നഷ്ടമാവുകയാണ്. NDAയിൽ 2020 പാർട്ടി ലയിച്ചതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം വർദ്ധിച്ചത് UDFനാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 2020യുടെ വലിയൊരു പങ്ക് വോട്ടുകൾ UDFിലേക്ക് ഒഴുകിയതിന്റെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അറിയാം 2020 ഇതോടെ അസ്തമിക്കുമോ അതോ BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുമോ എന്ന്.